ഹലോ എവരിവൺ വെൽക്കം ടു ബയോബൈസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? തിയറീസ് ഓഫ് എവല്യൂഷനെ കുറിച്ച്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് എവല്യൂഷണറി ട്രീ ആൻഡ് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ. സോ വെൽക്കം ടു ദ വീഡിയോ. ഈ ഒരു എവല്യൂഷണറി ട്രീ പുതിയ ടെക്സ്റ്റിൽ നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് ചോദ്യം വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഭാഗമാണ്. നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. നോക്കുകയാണെങ്കിൽ എന്ത് കാണുന്നുണ്ട്? ഒരു ബ്ലൂ ഡോട്ട് കാണുന്നുണ്ട്, പിന്നെ ഇടയിലെല്ലാം റെഡ് ഡോട്ട്സും കാണാനുണ്ട്. അപ്പോൾ എന്താണ് ഈ ബ്ലൂ ഡോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്ലൂ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? LUCA. അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ. ഇനി ഈ റെഡ് ഡോട്ട്സ്, ഇടയിൽ കാണുന്ന റെഡ് ഡോട്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് MRCA. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ ആണ്. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ ഓർഗാനിസത്തിന്റെയും കോമൺ ആയിട്ടുള്ള ആൻസെസ്റ്ററിനെയാണ് നമ്മൾ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ എന്നുകൊണ്ട് പറയുന്നത്. ഈ MRCA മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ കുറച്ച് സ്പീഷീസ് ഉണ്ടായിരിക്കും, അവരുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു കോമൺ ആൻസെസ്റ്റർ, മോസ്റ്റ് റീസെന്റ്, അവർക്ക് എല്ലാവർക്കും 2-3 സ്പീഷീസ് ഉണ്ട്, അവരുടെ ഒരു കോമൺ ആൻസെസ്റ്റർ പറയുന്ന പേരാണ് മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ എന്നുകൊണ്ട് പറയുന്നത്. ഈ ഒരു എവല്യൂഷണറി ട്രീ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ സൈഡിലുള്ള ബാക്ടീരിയ, ആർക്കെ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചൈ, ആനിമാലിയ, ഇവരെല്ലാവരും നമുക്ക് മുമ്പ് പരിചയമുണ്ട് അല്ലെ? 8th സ്റ്റാൻഡേർഡിൽ സിക്സ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോഴും അല്ലെങ്കിൽ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാരാണ് ഈ ബാക്ടീരിയ, ആർക്കെ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫഞ്ചൈ ആൻഡ് ആനിമാലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെയാണ് ഇവരുടെ ഒരു എവല്യൂഷണറി ട്രീ എങ്ങനെയാണ് കിടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് എവല്യൂഷൻ നടന്നത്, ആദ്യം ആരുണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എവല്യൂഷണറി ട്രീയിൽ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇമേജ് നോക്കാം. ആദ്യം തന്നെ ആരുണ്ട്? നമ്മുടെ LUCA ഉണ്ട്. LUCA ആരാണ്? ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ ആണ്. അപ്പോൾ ഈ LUCA ആണ് എല്ലാ ഓർഗാനിസത്തിന്റെയും ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു ആൻസെസ്റ്റർ. അപ്പോൾ ഈ LUCAയിൽ നിന്ന് കുറെ നാൾ എവല്യൂഷൻ നടന്നു കഴിഞ്ഞിട്ട് വന്നതാണ് ഈ ഒരു മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ. ഈ മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ MRCAയിൽ നിന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോൾ രണ്ട് സ്പീഷീസ് അല്ലെങ്കിൽ 2 പേര് അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോയി, 2 ബ്രാഞ്ചസ് ഉണ്ടായി. അതിൽ ഒരാൾ ബാക്ടീരിയ ആയിട്ട് മാറി, മറ്റൊരാൾ വേറൊരു MRCA ആയിട്ട് മാറി, മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ ആയിട്ട് മാറി. ഈ മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ആർക്കെയും യൂക്കാരിയും. പിന്നെയും ഈ ഒരു MRCA എന്ത് ചെയ്തു? 2 ബ്രാഞ്ചസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ ഒരാൾ ആർക്കി ആയിട്ട് മാറി, മറ്റൊരാൾ യൂക്കാരിയ ആയിട്ട് മാറി. ദെൻ ഈ യൂക്കാരിയ പിന്നെയും കുറെ നാൾ കഴിഞ്ഞ് ഒരു മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ ആയിട്ട് മാറി. ഈ മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്ററിൽ നിന്നാണ് പ്രോട്ടിസ്റ്റ, പ്ലാന്റ് ആൻഡ് വേറൊരു MRCA ഉണ്ടായത്. ഓക്കെ, ഈ ഒരു MRCAയിൽ നിന്ന് ഫഞ്ചയും ആനിമാലിയും ലാസ്റ്റ് ആയിട്ട് ഒറിജിനേറ്റ് ചെയ്തു. ഇതാണ് ഈ ഒരു എവല്യൂഷണറി ട്രീയിലും കാണിച്ചിട്ടുള്ളത് അല്ലെ? ഒന്നുകൂടി നമുക്ക് ഈ ഒരു ഇമേജ് വെച്ച് നോക്കാം. LUCA ഉണ്ട്, LUCAയിൽ നിന്നൊരു MRCA ഉണ്ടായി. ഈ MRCA സ്പ്ലിറ്റ് ചെയ്ത് 2 ബ്രാഞ്ചസ് ആയിട്ട് മാറി, ബാക്ടീരിയയും വേറൊരു MRCA. ഈ MRCAയിൽ നിന്ന് ആർക്കെയും യൂക്കാരിയും 2 ബ്രാഞ്ചസ് ആയിട്ട് മാറി. ദെൻ യൂക്കാരിയയിൽ നിന്ന് ഒരു മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ MRCA ഉണ്ടായി. ഈ MRCAയിൽ നിന്ന് പ്രോട്ടിസ്റ്റയും പ്ലാന്റയും പിന്നെ വേറൊരു മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ ഉണ്ടായി. ലാസ്റ്റ് ഈ ഒരു MRCAയിൽ നിന്നാണ് ഫഞ്ചയും ആനിമാലിയും ഒറിജിനേറ്റ് ചെയ്തത്. ഇത് തന്നെയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്, കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ നോക്കാം. ആർക്കെ ആൻഡ് യൂക്കാരിയ ഷെയർ എ കോമൺ ആൻസെസ്റ്റർ ദാറ്റ് ബാക്ടീരിയ ഡു നോട്ട്. അല്ലെ, ആർക്കെയും യൂക്കാരിയും ഒരു കോമൺ ആൻസെസ്റ്ററിനെ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്, മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്ററിനെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്ടീരിയ ഇവിടെ വരുന്ന ഒരു മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസെസ്റ്റർ ആയിട്ടാണ് കണക്ഷൻ ഉള്ളൂ. ആർക്കെയും യൂക്കാരിയാണ് കുറച്ചും കൂടെ സിമിലാരിറ്റീസ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അതേപോലെ പറയുന്നതാണ് പ്രോട്ടിസ്റ്റ, പ്ലാന്റ്സ്, ഫഞ്ചൈ ആൻഡ് അനിമൽസ് ഒറിജിനേറ്റ് ഫ്രം കോമൺ ആൻസെസ്റ്റർ. ഇവർ 4 പേരും ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് അല്ലെ? ഈ ഒരു MRCAയിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇവരെല്ലാവരും വരുന്നത്. ആനിമൽസ് ആരായിട്ടാണോ കൂടുതൽ സിമിലാരിറ്റീസ് ഇവിടെ കാണിക്കുന്നത്? പ്ലാന്റ്സ് ആയിട്ടാണോ ഫഞ്ചൈ ആയിട്ടാണോ? നമുക്കറിയാം ഫഞ്ചൈ ആയിട്ടാണ് അല്ലെ? ഏറ്റവും ലാസ്റ്റ് ഇവിടം വരെ ഇവർ 2 പേരും ഒരേപോലെ ആയിരുന്നു. ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു ബ്രാഞ്ച് ഇവിടെ എത്തുന്നത് വരെ ഈ ഫഞ്ചയും ആനിമൽസും ഒരേപോലെയാണ്. അതിനുശേഷമാണ് ഫഞ്ചയും ആനിമാലിയും സ്പ്ലിറ്റ് ആയി പോയത്. അതുകൊണ്ട് തന്നെ ഈ ഫഞ്ചയും ആനിമാലിയ എന്നുള്ള 2 കിങ്ഡം ഇവർ തമ്മിൽ എന്താണ് കൂടുതൽ സിമിലാരിറ്റീസ് കാണിക്കും. നമ്മുടെ നേച്ചറിൽ ഒരുപാട് സ്പീഷീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് സ്പീഷീസ് ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പീസിയേഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം.
Although members of a population can produce offspring with differences through reproduction, they remain as a single species. ഇതിലെന്താ പറയുന്നത്, ഒരു പോപ്പുലേഷനിലുള്ള മെമ്പേഴ്സ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുണ്ട് അവർക്ക് വിത്ത് ഡിഫറൻസസ് ത്രൂ റിപ്രൊഡക്ഷൻ ദേ റിമെയിൻ ആസ് എ സിംഗിൾ സ്പീഷീസ്. അവർക്ക് റിപ്രൊഡക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസസ് അവർ തമ്മിലുണ്ടാവും. പക്ഷെ അവരെന്താണ് സിംഗിൾ സ്പീഷീസ് ആണ്. ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്റെ കേസ് എടുത്ത് നോക്കിയാലും എന്താണ്, ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്. അവർക്ക് ചെറിയ ചെറിയ ഡിഫറൻസസും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷേ അവരെന്താണ് ഒരു സിംഗിൾ സ്പീഷീസ് തന്നെയാണ്. ഇനി എന്തുണ്ടാവുന്നുണ്ട്, ഇഫ് മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ഗെറ്റ് ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ എക്കോളജിക്കൽ ഓർ അതർ ഫാക്ടേഴ്സ്. ഇപ്പൊ ഇതിൽ എന്താണ് പറയുന്നത്, ഒരു പോപ്പുലേഷന്റെ കുറച്ച് മെമ്പേഴ്സ് മാത്രം എന്താണ് ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കാണ്. അതിനുള്ള കാരണം എന്തെങ്കിലും എക്കോളജിക്കൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ആണോ? റീകോമ്പിനേഷൻ ആയിരിക്കും, ജനറ്റിക് റീകോമ്പിനേഷൻ ആയിരിക്കാം, നാച്ചുറൽ സെലക്ഷൻ ആയിരിക്കാം, മ്യൂട്ടേഷൻ ആയിരിക്കാം, അങ്ങനെ എന്ത് ഫാക്ടേഴ്സും ആയിക്കോട്ടെ, ഈ ഒരു പോപ്പുലേഷനിൽ തന്നെ കുറച്ച് പേര് മാത്രം ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കാണ്. പിന്നീട് ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിൽ കുറച്ച് വേരിയേഷൻസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്, when the members of a species become unable to reproduce new offspring mutually, they will evolve into different species. നമുക്ക് ഇവിടെ ഈ ഒരു ഇമേജ് നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞുള്ള ഒരു പോപ്പുലേഷൻ, അതിൽ കുറെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇവരെന്ത് ചെയ്യാണ്, ഒരു റിവറോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്കോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക്കൽ ഫാക്ടർ, എന്തെങ്കിലും ഒരു ഫാക്ടർ കാരണം അവരെന്ത് ചെയ്യണം, അവർ ഐസൊലേറ്റഡ് ആയിട്ട് ഈ ഒരു എ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് മെമ്പേഴ്സ് മാത്രം ഐസൊലേറ്റഡ് ആയിട്ട് മാറി. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തായി, ഇവിടെ കുറെ വേരിയേഷൻസ് വന്നു തുടങ്ങി. പിന്നീട് കംപ്ലീറ്റ്ലി എ എന്നൊരു പോപ്പുലേഷനും ബി എന്നൊരു പോപ്പുലേഷനായിട്ട് മാറി. ഓക്കെ, എ എന്നുള്ള ഒരു സ്പീഷീസും ബി എന്നുള്ള സ്പീഷീസ് ആയിട്ട് മാറി. കാരണം എന്താണ്, ഇവർ തമ്മിൽ റിപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാപ്പബിലിറ്റി ഇല്ലാതായി പോയി. ബി പോപ്പുലേഷനിലെ മെമ്പേഴ്സിന് എ പോപ്പുലേഷൻ മെമ്പേഴ്സ് ആയിട്ട് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരിക. ഇതാണ് ഈ സ്പീസിയേഷൻ എന്നുള്ള ഒരു പ്രോസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ. അപ്പൊ നമ്മൾ തിയറി ഓഫ് എവല്യൂഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എവിഡൻസസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് 3 എവിഡൻസസ് ആണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഒന്നാമത്തെയാണ് മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. സെക്കൻഡ് വൺ കമ്പാരറ്റീവ് അനാറ്റമി. ഓർഗാനിസത്തിന്റെ ഉള്ളിലുള്ള അവരുടെ അനാറ്റമി വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് എവല്യൂഷൻ, ഏതൊക്കെ ഓർഗാനിസം തമ്മിലാണ് റിലേഷൻഷിപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗാനിസം തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്, ഡിസിമിലാരിറ്റീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു കമ്പാരറ്റീവ് അനാറ്റമി യൂസ് ചെയ്തിട്ട് എവല്യൂഷന് എവിഡൻസ് കൊടുക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് വൺ ആണ് ഫോസിൽ എവിഡൻസ്. അപ്പൊ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ നമുക്ക് വൺ ബൈ വൺ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് മോളിക്കുലർ ബയോളജി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ അറിയാം, മോളിക്കുലർ ലെവലിലുള്ള എവിഡൻസസ് ആണ് ഈ ഒരു മോളിക്കുലർ ബയോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ സംഭവിക്കുന്ന എന്താണ്, എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസംസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ comparing the sequence of nucleotides in the DNA and the sequence of amino acids in proteins in an organism with those of the other organism. DNA-യിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസിന്റെ ഡിഫറൻസസും പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ്സിന്റെ സീക്വൻസിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഈ ഒരു മോളിക്കുലർ ബയോളജിയിലുള്ള എവിഡൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഓർഗാനിസം ഏടെ DNA-യിലുള്ള ആ ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസിന്റെ അറേഞ്ച്മെന്റ് ഉണ്ട് അല്ലെ, അവർക്കൊരു സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസും വേറൊരു ഓർഗാനിസത്തിന്റെ DNA-യിലുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസ് തമ്മിൽ കമ്പയർ ചെയ്യാണ്. അപ്പൊ ഏത് ഓർഗാനിസം തമ്മിലാണ് ആ DNA സീക്വൻസിൽ ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ളത്, അവര് എന്താണ്, ഈ രണ്ട് ഓർഗാനിസം തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഓർഗാനിസത്തിനും തമ്മിൽ ആ ഒരു DNA സീക്വൻസിൽ ഒത്തിരി ഡിഫറൻസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഇല്ല. അതേപോലെ തന്നെ പ്രോട്ടീനിലുള്ള അമിനോ ആസിഡ് സീക്വൻസും ഇതേപോലെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്, സിമിലാരിറ്റീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താനായിട്ട് പറ്റും. നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഉണ്ട് അല്ലെ, നമ്മുടെ റെസ്പിറേറ്ററി പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഹീമോഗ്ലോബിനില് ഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ട്. ഈ പ്രോട്ടീൻ മോളിക്യൂളില് ഉള്ള ബീറ്റാ ചെയിൻ, അപ്പൊ നമുക്ക് ഇമേജ് കൊടുത്തിട്ടുണ്ട്, 2 ബീറ്റാ ചെയിൻ ഉണ്ട്, 2 ആൽഫ ചെയിൻ ഉണ്ട്. അപ്പൊ ഈ ബീറ്റാ ചെയിനിലുള്ള അമിനോ ആസിഡ് സീക്വൻസിലുള്ള ഡിഫറൻസസ്, എന്തോരം ഡിഫറൻസസ് ഉണ്ട്, എന്തോരം സിമിലാരിറ്റീസ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോട്ടീന് ഹ്യൂമൻ ബീങ്സിലുണ്ട്, അതേപോലെ ചിമ്പാൻസി, ഗൊറില്ല, റാറ്റ്, ഇവർ തമ്മിലെല്ലാം നമ്മൾ കമ്പയർ ചെയ്യാനാണ് പോണത്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ഓർഗാനിസം ചിമ്പാൻസി, ഗൊറില്ല, റാറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസ് ഇൻ ദ അമിനോ ആസിഡ്സ് ഓഫ് ദ ബീറ്റാ ചെയിൻ ആസ് കമ്പയർഡ് ടു ഹ്യൂമൻ. ഹ്യൂമൻ ബീങ്സിന്റെ ഉള്ളിലുള്ള ഗ്ലോബിൻ പ്രോട്ടീനിന്റെ ബീറ്റാ ചെയിനിലുള്ള അമിനോ ആസിഡ് സീക്വൻസും
ഇവിടെയുള്ള മറ്റുള്ള ഓർഗാനിസത്തിന്റെ അമിനോ ആസിഡ് സീക്വൻസ് തമ്മിൽ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തോരം അമിനോ ആസിഡ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ചിമ്പാൻസിയിൽ പറയാണ് ഡിഫറൻസ് 0 ആണ്. ഒറ്റ അമിനോ ആസിഡ്സിനുള്ള ഡിഫറൻസ് ഇല്ല. അവര് പക്ക നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ എന്താണോ ആ സീക്വൻസ് അത് സെയിം ആണ് എന്ത് ചിമ്പാൻസിയിലുള്ളത്. വേറെ ഡിഫറൻസസും കാര്യങ്ങളും ഇല്ല. ഗൊറില്ലയിൽ എന്താണ് ഒരു അമിനോ ആസിഡിന്റെ ഡിഫറൻസസ് ആണ് അവിടെ കാണുന്നത്. റാറ്റില് 31 അമിനോ ആസിഡ്സിന്റെ ഡിഫറൻസസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ടേബിളിൽ നമുക്ക് എന്ത് കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റും? ചിമ്പാൻസീസ് ആണ് കുറച്ചും കൂടി നമ്മുടെ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കുറച്ചും കൂടി റിലേറ്റഡ് ആണ്. അവർ കുറച്ചുകൂടി സിമിലർ ആണ്. അവർക്ക് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താനായിട്ട് പറ്റും. ഗൊറില്ല ആണെങ്കിലും എന്താണ് ഒരു അമിനോ ആസിഡിന്റെ ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്ന ആരാണ്? ചിമ്പാൻസി ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് മോളിക്കുലർ ബയോളജിയുടെ എവിഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓർഗാനിസം ഹാസ് ദ മോസ്റ്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻസ്? വൈ? അപ്പൊ ഏത് ഓർഗാനിസം ആണ് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കൂടുതൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ പറഞ്ഞു ചിമ്പാൻസി ആണ്. കാരണം അവര് തമ്മിൽ വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഹ്യൂമൻ ബീങ്സിന്റെയും ചിമ്പാൻസിയുടെയും ഈ ഹീമോഗ്ലോബിൻ മോളിക്യൂളിലെ ഗ്ലോബിൻ പ്രോട്ടീനിലുള്ള ആ ഒരു ബീറ്റാ ചെയിനിലുള്ള അമിനോ ആസിഡ്സിന്റെ സീക്വൻസ് കംപ്ലീറ്റ്ലി സിമിലർ ആണ്. അവർ തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ രണ്ട് ഓർഗാനിസം ഹ്യൂമൻ ബീങ്സും ചിമ്പാൻസിസും തമ്മിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓർഗാനിസം ഹാസ് എ ഡിസ്റ്റന്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻസ്? വൈ? ഹ്യൂമൻ ബീങ്സിൽ നിന്ന് ഒരുപാട് അകലെയായിട്ട് കിടക്കുന്നവരാണ് റാറ്റ് ആണ്. കാരണം എന്താ? റാറ്റിന്റെയും ഹ്യൂമൻ ബീങ്സിന്റെയും ആ ഒരു ബീറ്റാ ചെയിനിലുള്ള അമിനോ ആസിഡ് സീക്വൻസ് തമ്മിൽ എന്തോരം അമിനോ ആസിഡ്സ് തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്? 31 അമിനോ ആസിഡ്സ് തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് തമ്മിൽ ആ ഒരു ഡിസ്റ്റൻസ് അവിടെ ഉള്ളത്. ലാസ്റ്റ് വൺ, ഹൗ ഡസ് മോളിക്കുലർ ബയോളജി ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമംഗ് ഓർഗാനിസം? എങ്ങനെയാണ് ഈ ഒരു മോളിക്കുലർ ബയോളജി ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓർഗാനിസംസ് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് മോളിക്കുലർ ബയോളജിയുടെ എവിഡൻസസ് നമ്മൾ പറയുന്നത്. ബൈ കമ്പയറിംഗ് ദ ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇൻ ദ DNA ആൻഡ് ഓൾസോ ബൈ കമ്പയറിംഗ് ദ അമിനോ ആസിഡ് സീക്വൻസ് ഇൻ ദ പ്രോട്ടീൻ മോളിക്യൂൾസ് ഓഫ് ഡിഫറെന്റ് ഓർഗാനിസം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോളിക്കുലർ ബയോളജിയിൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പ്രോട്ടീൻ മോളിക്യൂളിലുള്ള അമിനോ ആസിഡ് സീക്വൻസ് തമ്മിലുള്ള ഒരു ഡിഫറൻസസ് ആണ് നമ്മൾ നോക്കിയത്. Next, we are going to compare the DNA sequences. Okay. അപ്പൊ നമുക്കിവിടെ ചിമ്പാൻസിയുടെ DNA സീക്വൻസസിന്റെ ഒരു പെർസെന്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 100% ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിമ്പാൻസിയുടെ DNA ആയിട്ട് നമ്മൾ ഓരോ ഓർഗാനിസത്തിന്റെ DNA വെച്ചിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമന്റെ DNAയും ചിമ്പാൻസിയുടെ DNA തമ്മിൽ നോക്കി, ചിമ്പാൻസിയുടെ 100% ആണെങ്കിൽ ഹ്യൂമൻസിന്റെ ഒരു 96 ആൻഡ് അബവ്, ഓക്കെ 98%ഓളം ചിമ്പാൻസിയുടെ DNA ആയിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഗോറില്ലയുടെ നോക്കുകയാണെങ്കിൽ ഒരു 97 അല്ലെങ്കിൽ ഒരു 96 അബവ് ആയിട്ടാണ് ഗൊറില്ല കിടക്കുന്നത്. അറ്റ് ദ സെയിം ടൈം മങ്കി നോക്കുകയാണെങ്കിൽ ഒരു 92%, 93% ഒക്കെയാണ് മങ്കിയുടെ കിടക്കുന്നത്. അപ്പം ഈ ഒരു DNA സീക്വൻസസിന്റെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹ്യൂമന്റെ DNAയും ചിമ്പാൻസിയുടെ DNAയും തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. അവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ്, എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് ഇതിനർത്ഥം. The second evidences of evolution വരുന്നതാണ് കമ്പാരറ്റീവ് അനാറ്റമി. പേര് കേട്ടാൽ നമുക്കറിയാം കമ്പയർ ചെയ്യാണ് എന്തിനെ? അനാറ്റമി. ഓക്കെ, അനാറ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ അനാറ്റമി എന്ന് പറയാം. The comparative study of anatomy of organisms provides strong evidence of evolution. എവല്യൂഷനിൽ സ്ട്രോങ് എവിഡൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് കമ്പാരറ്റീവ് അനാറ്റമി എന്ന് പറയുന്നത്. The similarities in the internal structure of different organisms validate the process of evolution. അല്ല, ഇവിടെ ഡിഫറെന്റ് ഓർഗാനിസംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാൻ, കാറ്റ്, വെയിൽ, ബാറ്റ്, ഇവരുടെ എല്ലാവരുടെയും ഫോർ ലിംബിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാവർക്കും ഒരു സിമിലാരിറ്റീസ് ഉണ്ട് അല്ലെ? ഇവിടെ ഈ ഒരു ബോൺ ഉണ്ട്, ഇവർക്ക് ഇവിടെ അതേ സെയിം ബോൺ ഉണ്ട്, ഇവിടെ അതേ സ്ട്രക്ചർ, ഇവിടെ എല്ലാവർക്കും സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ഇവിടെ യെല്ലോ കളർ സ്ട്രക്ചർ കണ്ടു, അത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പിന്നെ ഇവരുടെ എല്ലാവരുടെയും ആ ഒരു ഫിംഗറിന്റെ ഭാഗം നോക്കി എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്താണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ദ ബേസിക് ഇന്റേണൽ സ്ട്രക്ചർ എന്താണ്? ബേസിക് അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ്. അവർക്ക് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കമ്പാരറ്റീവ് അനാറ്റമി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരെല്ലാവരും എന്താണ് ഒരു കോമൺ ആൻസിസ്റ്ററിൽ ഉണ്ടായിരുന്നതാണ്. എല്ലാവർക്കും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫോർ ലിംബിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഗ്രാജുവലി ഇവർക്ക് ഒരു ഓരോരോ ഫങ്ഷൻസ് മാറി വന്നപ്പോൾ വേരിയേഷൻസ് വന്ന് അങ്ങനെ ഡിഫറെന്റ് സ്പീഷീസ് ആയി മാറിയതാണെന്നാണ് ഈ ഒരു കമ്പാരറ്റീവ് അനാറ്റമിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. So the third one is fossil evidences.
അപ്പൊ ഫോസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോസിൽസ് ആർ ദ റിമെയിൻസ് ഓർ ട്രേസസ് ഓഫ് ഏൻഷ്യൻ ഓർഗാനിസംസ്. പണ്ട് ഉണ്ടായിരുന്ന ഓർഗാനിസംസിന്റെ എന്തെങ്കിലും ട്രേസസ് അല്ലെങ്കിൽ റിമെയിൻസ്, നമുക്ക് പറയുകയാണെങ്കിൽ കാൽപ്പാടുകള്, അല്ലെങ്കിൽ അവരുടെ സ്കെൽറ്റൻസ്, ഇതെല്ലാം നമുക്ക് ഫോസിൽസിന്റെ ഗണത്തിൽ നമുക്ക് പെടുത്താനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ പറയുന്ന ഫസ്റ്റത്തെയാണ് ഓർഗാനിക് എവല്യൂഷൻ ഇസ് എ ഗ്രാജുവൽ പ്രോസസ്. ഇത് പറയാനുള്ള കാരണം എന്താണ്? ഒരു ഫോസിൽ കിട്ടി, ആ ഫോസില് ഹോഴ്സിന്റെ ആൻസിസ്റ്റേഴ്സിന്റെ ഫോസിലാണ് കിട്ടിയത്. അപ്പൊ അതിലെന്തായിരുന്നു? അവർക്ക് ഷോർട്ട് ലെഗ്സ് ആയിരുന്നു. ഇതിന്റെ ഒരു തെളിവാണ് ഈ ഒരു ഫോസിലിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. സെക്കൻഡ് വൺ ഈസ് ഫോസിൽസ് വിച്ച് ആർ കണക്ടിംഗ് ലിങ്ക്സ് റിവീൽ ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. കണക്ടിംഗ് ലിങ്ക്സ് എന്ന് പറയുന്ന കുറച്ച് ഓർഗാനിസംസ് ഉണ്ട്. അതായത് കണക്ടിംഗ് ലിങ്ക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു റെപ്റ്റൈൽസും ബേർഡ്സിന്റെ ഇടയിലുള്ള ഒരു കണക്ടിംഗ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ആണ് ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ റെപ്റ്റൈൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും, അവർക്ക് ബേർഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസത്തിന്റെ ഫോസിൽ കിട്ടിയ കാരണമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? അപ്പൊ ഈ ഒരു റെപ്റ്റൈൽസിൽ നിന്നാണ് ബേർഡ്സ് ഇവോൾവ് ചെയ്തത്, അല്ലെ? അങ്ങനെ ഒരു ഓർഗാനിസത്തിന്റെ ഒരു റെമനൻസ് അല്ലെങ്കിൽ റിമെയിൻസ് അവർക്ക് കിട്ടിയ കാരണമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അതിന്റെ ഇടയിൽ എന്തുണ്ട്, ഇവരെ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടിങ് ലിങ്ക് അല്ലെങ്കിൽ കണക്ടിങ് ഓർഗാനിസം പണ്ടുണ്ടായിരുന്നു എന്ന് പറയാനും നമുക്കൊരു തെളിവാണ് ഈ കണക്ടിങ് ലിങ്ക്സിന്റെ ഫോസിൽസ് കിട്ടുക എന്ന് പറയുന്നത്. Last one is, it is proven that many species have become extinct that were living on earth in the past. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ഫോസിൽസ് ആണ് എന്ത്? ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ ഫോസിൽസ് കിട്ടുമ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ആണ് ഡിനോസേഴ്സ്, മാമോസ്. അപ്പൊ നമുക്ക് അവരുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഓൾറെഡി അവരുടെ റെമിനൻസ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഫോസിൽസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഓൾറെഡി അവരിവിടെ ഉണ്ടായിരുന്നു, പണ്ട് അവരിവിടെ ജീവിച്ചിരുന്നു നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു ഫോസിൽ അവിടെ ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് ടെക്സ്റ്റിൽ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, അല്ല രണ്ട് കുട്ടികൾ തമ്മിലൊരു കോൺവെർസേഷൻ ആണ്. അപ്പൊ ആദ്യത്തെ ആ ഗേൾ എന്താണ് ചോദിക്കുന്നത്? വുഡ് സഡൻ എവല്യൂഷണറി ചേഞ്ചസ് സിമിലർ ടു ദാറ്റ് ഓഫ് വൈറസ് ഓൾസോ occur in the evolution of human? അതായത് വൈറസിൽ നടക്കുന്ന പോലെ ഒരു സഡൻ എവല്യൂഷണറി ചേഞ്ച് ആണോ ഹ്യൂമൻ ബീങ്സിൽ നടക്കുന്നത് എന്നാണ് ഒരു ഗേൾ ചോദിക്കുന്നത്. അപ്പൊ ബോയ് എന്താണ് പറയുന്നത്? വൈറസസ് ഇവോൾവ് ഇൻ എ വെരി ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. വൈറസസ് ഒക്കെ പെട്ടെന്നാണ് ഇവോൾവ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് ഐ ഹാവ് റെഡ് ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് ലാക്സ് ഓഫ് ഇയർ. ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങില് എന്ത് നടക്കുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൽ എവല്യൂഷൻ നടക്കുന്നതാണ് ഈ ഒരു ബോയ് പറയുന്നത്. സോ ഹ്യൂമൻ എവല്യൂഷൻ ഇസ് എ പ്രൊലോങ്ഡ് പ്രോസസ് ദാറ്റ് കണ്ടിന്യൂസ് ഫോർ എ വെരി ലോങ് ടൈം. What would have been the changes that have happened to human during this period? അപ്പൊ ഈ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ എവല്യൂഷന്റെ സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് പണ്ടത്തെ മനുഷ്യനിൽ നിന്ന് ഇപ്പൊ കാണുന്ന ഒരു മനുഷ്യനിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് മനുഷ്യന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. The common ancestors of mammals such as monkeys, apes and humans belong to the group of primates. അപ്പൊ എന്താണ് പറയുന്നത്? മാമൽസിന്റെ കോമൺ ആൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള മങ്കീസും ഏപ്സും ഹ്യൂമൻ ബീങ്സും ഒക്കെ എന്താണ് ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് ഇവരൊക്കെ ബിലോങ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈമേറ്റ്സ്? അപ്പൊ ഈ മങ്കീസും ഏപ്സും ഹ്യൂമൻ ബീങ്സും ഒക്കെ അടങ്ങുന്ന ആ പ്രൈമേറ്റ് ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, പ്രൈമേറ്റ് ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ എ തമ്പ് ദാറ്റ് ക്യാൻ ബി ഒപ്പോസ് ടു അതർ ഫിംഗേഴ്സ്. നമ്മളുടെ ഒരു പ്രത്യേകത എന്താണ്? ഈ തമ്പ് അല്ലെ, തമ്പ് ബാക്കി എല്ലാ ഫിംഗേഴ്സിന്റെയും ഒപ്പോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇതെന്താണ് ഒരു പ്രൈമേറ്റ് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ ബൈനോക്കുലർ വിഷൻ. എന്താണ് ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്? നമുക്ക് രണ്ട് കണ്ണുകളുണ്ട്. ഈ രണ്ട് കണ്ണുകളിൽ നിന്നും വരുന്ന ആ ഒരു വിഷൻ, അതായത് നമ്മൾ രണ്ട് കണ്ണുകൾ യൂസ് ചെയ്ത് കാണുന്ന ആ ഒരു വിഷൻ ബ്രെയിനിൽ പോയിട്ട് പ്രോസസ് ചെയ്ത് നമുക്കൊരു 3D ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റേർഡ് ആവുന്നത് എന്താണ്? നമുക്കൊരു 3D ഇമേജ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു കാപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിനെ പറയുന്ന പേരാണ് ബൈനോക്കുലർ വിഷൻ. സോ അടുത്തതാണ് ഡെവലപ്ഡ് ബ്രെയിൻ. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഡെവലപ്ഡ് ബ്രെയിൻ ആണ്. നല്ലൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ നമുക്കുണ്ട്. ഫ്ലെക്സിബിൾ ലിംസ് ഉണ്ട്. നമ്മുടെ ലിംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നന്നായിട്ട് ഫ്ലെക്സിബിൾ ആണ്. ദെൻ സോഷ്യലി മോർ അഡ്വാൻസ്ഡ്. ഈ പ്രൈമേറ്റ് ഗ്രൂപ്പ്സിന്റെ പ്രത്യേകത എന്താണ്? അവർ കുറച്ചും കൂടെ സോഷ്യൽ ഓർഗാനിസംസ് ആണ്, പരസ്പരം കണക്റ്റഡ് ആണ്, അല്ലെ? അവർ സോഷ്യലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്റ്റഡ് ആണ്. വിച്ച് ആർ ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി ട്രീ. അപ്പൊ ഹ്യൂമന്റെ എവല്യൂഷണറി ട്രീയിൽ ഏതൊക്കെ ഓർഗാനിസംസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു എവല്യൂഷണറി ട്രീ ആണ്. അപ്പൊ നമ്മൾ അടിയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടിയിൽ പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനുള്ള ഒരു ഓർഡർ ആണ് പ്രൈമേറ്റ്സ്. ഓക്കെ, മാമൽസിൽ വരുന്ന ഒരു ഓർഡർ ആണ് പ്രൈമേറ്റ്സ്. ഈ പ്രൈമേറ്റ്സ് എവല്യൂഷൻ നടന്ന് ഒരു കോമൺ ഗ്രൂപ്പായി മാറി. ആ ഗ്രൂപ്പിന്റെ പേരാണ് എന്ത്? ആന്ത്രോപോയിഡിയെ.
അപ്പൊ പ്രൈമേറ്റ്സ് എന്തായിട്ട് മാറി? ആന്ത്രോപോയിഡി ആയിട്ട് മാറി. ആന്ത്രോപോയിഡ് പിന്നെയും എവല്യൂഷൻ നടന്ന് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞു. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പാണ് സെർക്കോപിത്തിക്കോയിഡെ, അതർ വൺ ഈസ് ഹൊമിനോയിഡെ. ഓക്കെ, അപ്പൊ സെർക്കോപിത്തിക്കോയിഡയിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സ്മോൾ സൈസ് ബ്രെയിൻ ആണ്, അവർക്ക് ടെയിലും ഉണ്ട്. ഓക്കെ, ദേ ഹാവ് സ്മോൾ സൈസ് ബ്രെയിൻ ആൻഡ് ഹാവിംഗ് എ ടെയിൽ. അപ്പൊ ഈ സെർക്കോപിത്തക്കോയിഡിൽ വരുന്ന ഒരേ ഒരു ഓർഗാനിസം ആണ് നമ്മുടെ മങ്കീസ്. മങ്കീസ് ഇതിൽ വരുന്നത് സെർക്കോപിത്തക്കോയിഡിലാണ്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ആയിരിക്കും, അതേസമയം അവർക്ക് ടെയിലും ഉണ്ടായിരിക്കും. ദെൻ അതർ വൺ ഈസ് ഹൊമിനോയിഡി. ഹൊമിനോയിഡിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് കുറച്ചൊരു ബിഗ് സൈസ് ആയിട്ടുള്ള ബ്രെയിൻ ആണ്, പക്ഷെ എന്തില്ല, നമുക്ക് ടെയിൽ ഇല്ല. ഹൊമിനോയിഡയിലുള്ളവർക്ക് ബിഗ് സൈസ്ഡ് ബ്രെയിൻ ആയിരിക്കും, പക്ഷെ ടെയിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഈ ഹൊമിനോയിഡയില് 1, 2, 3, 4, 5 5 ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഓർഡറിൽ നമുക്ക് പഠിക്കാം. ഗിബൺസ്, ഒറാങ്ങുട്ടൻ, ഗൊറില്ല, ചിമ്പാൻസി, ഹ്യൂമൻ. അപ്പൊ ഹൊമിനോയിഡിയയിൽ നിന്ന് ആദ്യം എവല്യൂഷൻ നടന്ന് മാറിയവരാണ് ആര്? ഗിബൺസ്. പിന്നെ വരുന്നതാണ് ഒറാങ്ങുട്ടൻ. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗൊറില്ല എവല്യൂഷൻ നടന്ന് വേറൊരു സ്പീഷീസ് ആയിട്ട് മാറി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചിമ്പാൻസി. അപ്പൊ അതുവരെ എന്താണ്? ഗൊറില്ല കഴിഞ്ഞപ്പോഴും ചിമ്പാൻസിയും ഹ്യൂമൻ ബീങ്സിനും ഒരേപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? നമ്മുടെ ചിമ്പാൻസി എവല്യൂഷൻ നടന്ന വേറൊരു സ്പീഷീസ് ആയിട്ട് മാറി. ലാസ്റ്റ് ഇപ്പൊ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് നിൽക്കുന്നു. ഇതിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ചിമ്പാൻസി ആണ് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കുറെ സിമിലാരിറ്റീസ് കാണിക്കുന്നത്. അല്ല, ഏറ്റവും അടുത്ത് കിടക്കുന്ന ആരാണ്? ചിമ്പാൻസീസ് ആണ്. ഒരു എവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു ഓർഡർ നമ്മൾ പഠിക്കണം. ഹോമിനോയിഡിയിൽ എന്താണ്? ഗിബൺസ് ഉണ്ട്. അപ്പൊ GOG എന്ന് ആലോചിക്കുക. ഫസ്റ്റ് G എന്താണ്? ഗിബൺസ് ആണ്. ഒറാങ്ങുട്ടൻ, ഗൊറില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ചിമ്പാൻസിയും ഹ്യൂമൻ ബീങ്സ് ആണ് വളരെ അടുത്ത് കിടക്കുന്ന ആൾക്കാർ. അപ്പൊ ചിമ്പാൻസി ആൻഡ് ഹ്യൂമൻ. അപ്പൊ ഈ ഒരു എവല്യൂഷണറി ട്രീ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് പഠിക്കണം. സെർക്കോപിത്തിക്കോയുടെയും ഹൊമിനോയിഡിയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് നന്നായിട്ട് പഠിക്കണം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ആർ ദ ടു കാറ്റഗറീസ് ഓഫ് ആന്ത്രോപോയിഡിയെ. ആന്ത്രോപോയിഡിയയുടെ രണ്ട് കാറ്റഗറീസ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു? സെർക്കോപിത്തിക്കോയിഡ് വരുന്നുണ്ട്, ഹോമിനോയിഡിയ വരുന്നുണ്ട്. ദെൻ കോമൺ കാറ്റഗറി ഇൻക്ലൂഡിങ് എയ്ഡ്സ് ആൻഡ് ഹ്യൂമൻ. എയ്ഡ്സും ഹ്യൂമൻ ബീങ്സും വരുന്നത് ഏത് കാറ്റഗറിയിലാണ്? നമ്മൾ പറഞ്ഞു ഹോമിനോയിഡിയാണ് ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഹ്യൂമൻസിന്റെ എവല്യൂഷൻ. അപ്പൊ അതിൽ നമ്മൾ കുറച്ച് ആൾക്കാരെ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. 6 പേരുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിനൊരു ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് പഠിക്കുകയാണെങ്കിൽ സാഹേൽ ആൻഡ് ആസ്ട്രൽ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. ഓക്കെ, സാഹേൽ ആൻഡ് ആസ്ട്രൽ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. ഇവർക്ക് 4 ഹോമോസ് ഉണ്ട്, 4 ഹോംസ് ഉണ്ട്. അപ്പൊ ആ 4 ഹോംസിന്റെ പേരാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അതിനും ഒരു ഷോർട്ട് ഫോം നമുക്ക് നോക്കുകയാണെങ്കിൽ ഹെൻസ്. ഓക്കെ, കോഴികൾ, HENS അങ്ങനെ ആലോചിക്കുക. അപ്പൊ ഹോമോ H വെച്ചിട്ട് എന്താണ്? ഹാബിലിസ് ആണ്. E വെച്ചിട്ട് എന്താണ്? ഇറക്ടസ് ആണ്. N വെച്ചിട്ട് നിയന്തർ താലൻസിസ്, S വെച്ചിട്ട് സാപ്പിയൻസ്. അങ്ങനെ 4 ഹോമോസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ നമുക്ക് ഓർഡറിൽ പറയാം? സഹേലാന്ത്രോപ്പസ്, സിഡൻസിസ്, ആസ്ട്രാലോപിത്തിക്കസ്, 4 ഹോമോസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഹോമോ എന്ന് പറയുന്നത് ഹോമോ ഹാബിലിസ്, രണ്ടാമത്തെ ഹോമോ ഇറക്ടസ്, മൂന്നാമത്തെ ഹോമോ നിയന്തർ താലൻസിസ്, നാലാമത്തെ ഹോമോ സാപ്പിയൻസ്. അപ്പൊ ഈ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ കാണുന്ന നമ്മുടെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോമോ സാപ്പിയൻസിലേക്ക് എത്താൻ ഒരുപാട് വർഷങ്ങളെടുത്ത് ഒരുപാട് ചേഞ്ചസ് വന്ന് സഹേലാന്ത്രോപ്പസ് സിഡൻസിസ് ആയിരുന്നു ആദ്യം. പിന്നെ അവരിൽ കുറെ ചേഞ്ചസ് വന്ന് ആസ്ട്രാലോപിത്തിക്കസ് ആയി, അത് ഹോമോ ഹാബിലിസ് ആയി, ഹോമോ ഇറക്ടസ് ആയി, ഹോമോ നിയന്തർ താലൻസിസ് ആയി, ലാസ്റ്റ് ആണ് ഹോമോ സാപ്പിയൻസിലേക്ക് എത്തുന്നത്. നമുക്കിത് ഓരോന്നും ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പൊ സഹേലാന്ത്രോപ്പസ് സിഡൻസിസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി സീരീസ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. വിച്ച് ഈസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി സീരീസ് എന്ന് പറയുമ്പോൾ ആരുടെ പേര് നമുക്ക് പറയണം? സഹേലാന്ത്രോപ്പസ് സിഡൻസിസ് എന്ന് പറഞ്ഞ നെയിം പറയണം. ഫോസിൽസ് ഹാവ് ബീൻ എക്സ്കവേറ്റഡ് ഫ്രം ദ ചാർ ഇൻ ആഫ്രിക്ക. അപ്പോ സഹേലാന്ത്രോപ്പസ് സിഡൻസിസിന്റെ ഫോസിൽസ് എവിടുന്നാണ് കിട്ടുന്നത്? ആഫ്രിക്കയിൽ നിന്നാണ്. ആദ്യത്തെ 3 പേരുടെയും ഫോസിൽസ് വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. ഹോമോ ഇറക്ടസിന്റെ വരുന്നത് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് ആണ്. ഹോമോ നിയന്തർതാലൻസിസ് വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഹോമോ സാപ്പിയൻസിന്റെ ഫോസിൽസ് നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നില്ല, ഫ്രാൻസിൽ നിന്നാണെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ സഹേലാന്ത്രോപ്പസ് സിഡൻസിസ് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ആണ് ആസ്ട്രാലോപിത്തിക്സ്. അപ്പൊ ആസ്ട്രാലോപിത്തിക്സിന്റെ പ്രത്യേകത എന്താണ്? ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഫോസിൽസ് ഓഫ് ഓർഗാനിസം നമ്മൾ പറഞ്ഞു എവിടുന്നാണ് കിട്ടിയത്? ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ്. സ്കെലറ്റൽ സ്ട്രക്ചർ കൺഫേംസ് ബൈ പെഡലിസം. അപ്പോ ആസ്ട്രാലോപിത്തിക്സിന്റെ സ്കെലറ്റൽ സിസ്റ്റം നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? അവർ ബൈപെഡലിസം ആണ്, 2 കാലിൽ നടക്കുന്നവരാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഹോമോ ഹാബിലിസ് ആണ്. ഹോമോ ഹാബിലിസിന്റെ ഫോസിൽസ് എവിടെ നിന്നാണ് കിട്ടിയത്? ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പൊ ഈ ഹോമോ ഹാബിലിസിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ അവർക്ക് ലാർജ് സ്കൾ ഉണ്ടായിരുന്നു. അവര് ഹാൻഡ്സ് യൂസ് ചെയ്തിട്ട് കുറെ സ്റ്റോൺ
ടൂൾസ് ഉണ്ടാക്കി. ആ സ്റ്റോൺ ടൂൾ യൂസ് ചെയ്തിട്ട് അവർ ഹണ്ടിങ്ങിന് പോകാൻ തുടങ്ങി. അവർ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ടായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. ആൻഡ് ദെൻ ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസിന്റെ ഫോസിൽസ് കിട്ടിയത് 3 സ്ഥലത്തു നിന്നായിരുന്നു: ആഫ്രിക്ക, ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഇവരുടെ പ്രത്യേകതകൾ എന്തായിരുന്നു? ദേ ആർ ഏബിൾ ടു വാക്ക് അപ്രൈറ്റ് ഓൺ 2 legs. അവർക്ക് നേരെ നടക്കാനായിട്ട് പറ്റിയിരുന്നു. കാരണം അതിന് മുമ്പുണ്ടായിരുന്ന 3 പേർക്കും നേരെ നിൽക്കാനായിട്ട് പറ്റിയിരുന്നില്ല. പക്ഷെ ഹോമോ ഇറക്ടസിന്റെ കേസിലെത്തിയപ്പോൾ അവർക്ക് പതുക്കെ എന്ത് ചെയ്യാൻ പറ്റി? അപ്രൈറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റി. ലാർജ് ഫോർഹെഡ് ഉണ്ടായിരുന്നു. അവർ ഒംനിവറസ് ആയിരുന്നു. യൂസ് എക്സലന്റ് സ്റ്റോൺ വെപ്പൺസ് ഫോർ ഹണ്ടിങ്. അവര് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ വെപ്പൺസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഹോമോ ഇറക്ടസിൽ വരുന്നത്. അടുത്തതാണ് ഹോമോ നിയന്തർതാലൻസിസ്. Their fossils are obtained from Germany. ജർമ്മനിയിൽ നിന്നായിരുന്നു ഫോസിൽസ് ലഭിച്ചിരുന്നത്. They had small, sloping forehead and thick eyebrows. They buried dead bodies. അപ്പോൾ ഹോമോ നിയന്തർതാലൻസിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുക? ഫോർഹെഡ് എന്താണ്? കുറച്ചും കൂടെ ചെറുതായിരുന്നു. തിക്ക് ആയിട്ടുള്ള ഐബ്രോസ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സ്പെഷ്യാലിറ്റി ആയിരുന്നു എന്ത്? They buried dead bodies. അവർ ഡെഡ് ബോഡീസ് മരിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്തിരുന്നു? ബറി ചെയ്തിരുന്നു, കുഴിച്ചിട്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു തിങ്കിങ് പ്രോസസ്സിലേക്കൊക്കെ നിയന്തർതാലൻസിസ് എത്തിയിരുന്നു. ആൻഡ് ഫൈനലി ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസിനെയാണ് നമ്മൾ മോഡേൺ മാൻ എന്നാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയാ. ഹോമോസാപ്പിയൻസിന്റെ ഫോസിൽസ് കിട്ടിയിട്ടുള്ള ഫ്രാൻസിൽ നിന്നാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദേ അക്വയർഡ് ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചറൽ മെത്തേഡ്സ്. ദേ ഡൊമസ്റ്റിക്കേറ്റഡ് എനിമൽസ് ആൻഡ് ബിൽഡ് സിറ്റീസ്. ദേ ആർ കൾച്ചറലി ദ മോസ്റ്റ് ഇവോൾവ് കാറ്റഗറി. അപ്പൊ ഹോമോസാപ്പിയൻസിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ അവരെന്താണ്? മോഡേൺ ആയിട്ടുള്ള മാൻ ആണ്. ടെക്നോളജീസ് യൂസ് ചെയ്തിരുന്നു, അഗ്രികൾച്ചറൽ മെത്തേഡ്സ് യൂസ് ചെയ്തിരുന്നു, അനിമൽസിനെയൊക്കെ ട്രെയിൻ ചെയ്യാനും അവരെ വളർത്താനും തുടങ്ങി, സിറ്റീസ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അവർ കൾച്ചറലി കുറച്ചും കൂടെ ഇവോൾവ്ഡ് ആയിരുന്നു. ഇതാണ് നമ്മുടെ ഹോമോസാപ്പിയൻസിലേക്ക് എത്താനുള്ള ഒരു എവല്യൂഷൻ അല്ലെ. എവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്? ഹെലാൻഡ്രോപ്പസ് ചിഡൻസിസിൽ നിന്ന് തുടങ്ങി ഹോമോസാപ്പിയൻസിലേക്ക് എത്തി. നമുക്ക് ഇവരുടെ എല്ലാം ക്രേനിയൽ കപ്പാസിറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പോ സഹലാൻഡ്രോപ്പസ് ചിഡൻസിസ്, ഇവരുടെ ക്രേനിയൽ കപ്പാസിറ്റി വരുന്നത് 350 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അതുപോലെ ആസ്ട്രാലോപിറ്റെക്കസ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി വലുതായി. ഓക്കെ, ഇപ്പൊ 450 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇതിൽ നമ്മൾ നേരെ അടിയിൽ നിന്ന് എഴുതി തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ 350, ആദ്യത്തെ ആൾ 350 ആണ്, സെക്കൻഡ് വൺ 450 ആണ്. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിൽ നിന്ന് എഴുതി തുടങ്ങുകയാണെങ്കിൽ 1350 ആണ് ഈ ലാസ്റ്റത്തെ ആള്, തൊട്ട് മുന്നത്തെ ആള് 1450. അപ്പൊ ഈ രണ്ടെണ്ണം നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. ദെൻ ഇവിടുത്തെ മൂന്നാമത്തെ ആളാണ് ഹോമോ ഹാബിലിസ്. അപ്പൊ 450നേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ്, 600 സെന്റിമീറ്റർ ക്യൂബ് ആണ് വരുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ് ഹോമോ ഇറക്ടസിന് വരുന്നത്, 900 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ ഇതാണ് ക്രീനിയൽ കപ്പാസിറ്റി നമുക്ക് ഓർഡർ വരുന്നത്. അപ്പൊ ആദ്യം എന്തായിരുന്നു? 350, 450, പിന്നെ അടിയിൽ നിന്ന് 1350, തൊട്ട് മുന്നിൽ 1450, പിന്നെ അടിവരുന്ന് നോക്കുകയാണെങ്കിൽ 450 കഴിഞ്ഞ് 600, 450 കഴിഞ്ഞ് 600, ദെൻ 900 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ ഇങ്ങനെയാണ് ക്രീനിയൽ കപ്പാസിറ്റീസ് വരുന്നത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഹോമോ നിയന്തർതാലൻസിസിനേക്കാളും കുറവാണ് ക്രീനിയൽ കപ്പാസിറ്റി ആർക്ക്? ഹോമോസാപ്പിയൻസിന്. സൈസ് ഒക്കെ നോക്കുമ്പോൾ എന്താണ്? ഹോമോ നിയന്തർതാലൻസിനേക്കാളും ഹോമോസാപ്പിയൻസിന് സൈസ് കുറവാണ്. പക്ഷേ സോഷ്യലി കൾച്ചറലി കുറച്ചും കൂടെ ഇവോൾവ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ആണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? എവല്യൂഷന്റെ ട്രീയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഫൈനലി എങ്ങനെയാണ് ഹോമോസാപ്പിയൻസിലേക്ക് നമ്മൾ എത്തിയത്? എവല്യൂഷൻ നടന്ന് എങ്ങനെയാണ് ഒരു ഹോമോസാപ്പിയൻസിലേക്ക് മനുഷ്യൻ എന്ന ഒരു ഇന്ന് കാണുന്ന മനുഷ്യനിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.